തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വടക്കൻ കേരളം വിധിയെഴുതുകയാണ്. 25% പേര് ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. സമാധാനപരമായാണ് വോട്ടെടുപ്പ് ഇപ്പോൾ എല്ലായിടങ്ങളിലും പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എൻ ഷംസീർ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJP നേതാവ് K സുരേന്ദ്രൻ, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് എടുപ്പിന്റെ വിശദാംശങ്ങളുമായി നമുക്ക് കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അരുൺ, കാസർഗോഡ് എല്ലായിടങ്ങളിലും വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നുണ്ട്? കഴിഞ്ഞ തവണത്തെയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ മണിക്കൂറുകളിൽ മതിയായ രീതിയിലുള്ള വോട്ടെടുപ്പ് പോളിംഗ് ശതമാനം ഉണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങളോ മറ്റോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് കാസർഗോട്ടെ പൊതുസ്ഥിതി? കാസർഗോഡ് ജില്ലയിൽ ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനം താരതമ്യേന മന്ദഗതിയിലായിരുന്നു. പിന്നീട് ഇപ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. 33.76% പോളിംഗ് ഉയർന്നിട്ടുണ്ട്. 3,50,000-ഓളം ആളുകൾ ഇതുവരെ വോട്ട് ചെയ്തു എന്നാണ് ജില്ലയിൽ നിന്ന് കണക്ക്. 3,56,103 പേർ വോട്ട് ചെയ്തു എന്നാണ് ജില്ലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കണക്ക്. ഇത് മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലാണെങ്കിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ 30.71% ആളുകളും, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ 29.2% ആളുകളും, നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ 36.77% ആളുകളും ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഏറ്റവും അധികം ആളുകൾ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലുമാണ് ഏറ്റവും അധികം ആളുകൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കാസർഗോഡ് പല പോളിംഗ് സ്റ്റേഷനുകളിലും യന്ത്രം തകരാറായി. 12ഓളം പോളിംഗ് സ്റ്റേഷനുകളിലാണ് യന്ത്ര തകരാറുണ്ടായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പടന്ന പഞ്ചായത്തിലെ തെക്കേക്കാട് വാർഡിൽ അവിടെ 2 വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി എന്ന് ഒരു വിവരം ലഭിക്കുന്നുണ്ട്. 11:10 കൂടിയാണ് ഈ വോട്ടിംഗ് യന്ത്രം തകരാറിലായിരിക്കുന്നത്. 267 വോട്ടുകൾ പോൾ ചെയ്തതിന് ശേഷമാണ് യന്ത്ര തകരാറുണ്ടായതെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തടിയൻ കോവലിലാണ്. ഇത് പടന്ന പഞ്ചായത്തിലെ വാർഡാണ്, തടിയൻ കോവലാണ്. ഇവിടെ 367ഓളം ആളുകൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 700 വോട്ടർമാരാണ് ആകെയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.